ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ലേവ്യ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 8ാമത്തെ സെക്ഷൻ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എന്നിവയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ 23-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങൾ വായിച്ച് ധ്യാനിപ്പിനിടയായിത്തീർന്നു. നാം ഈ സെക്ഷനിൽ 24-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുകയാണ്. 24-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ആചാരപരവും ധാർമ്മികപരവുമായ നിയമ നിർമ്മാണ വിവരങ്ങളാണ്. അവർ ആചാരാനുഷ്ഠാനങ്ങൾ അവരെ പ്രകാരമായിരിക്കണമെന്നും അവർ ധാർമ്മികമായി സമൂഹത്തിൽ കുടുംബത്തിലൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായ ഒരു വിവരണമാണ് 24-ാം അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഉലുവെണ്ണ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വയ്ക്കണം. ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവർ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കണം. ഈ നേരിയ മാവ് എടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടയണം. ഓരോ ദോശ 2 ഇടങ്ങഴി മാവ് കൊണ്ടായിരിക്കണം. അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്കമേശമേൽ 2 അടുക്കായിട്ട് ഓരോ അടുക്കിൽ 6 വീതം വയ്ക്കണം. ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരുക്കം വയ്ക്കണം. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗമായിരിക്കണം. അവൻ അത് നിത്യനിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശബ്ദതോറും യഹോവയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കി വയ്ക്കണം. അത് അഹരോനും പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അവർ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നണം. അത് അവന് ശാശ്വതാവകാശമായി യഹോവയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമാകുന്നു. അനന്തരം ഒരു ഇസ്രായേലിയ സ്ത്രീയുടെയും ഒരു മിസ്രൈമിൻ്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ട് ഇസ്രായേൽ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രായേലിനും തമ്മിൽ പാളയത്തിൽ വെച്ച് ശണ്ടയിട്ടു. ഇസ്രായേലിയ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു. അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയ്ക്ക് ശെലോമീത്ത് എന്നു പേർ. അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവൻ്റെ മകൾ ആയിരുന്നു. യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ യഹോവ മോശയുടെ അരുളി ചെയ്തത്, ശപിച്ചവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുക. കേട്ടവരെല്ലാവരും അവൻ്റെ തല്ലിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഹലോ, ശാപിച്ചതിനെ കിട്ടിയ ശിക്ഷയാണത്. നമ്മളൊക്കെ ചില ആൾക്കാർ കുത്തിയിരുന്ന് ശപിക്കാറില്ലേ? ആ നിയമമൊക്കെ നമ്മളുള്ളതാണെങ്കിൽ നമ്മൾ പലരൊന്നും ഭൂമിയുടെ മുകളിൽ കാണില്ലായിരുന്നു അല്ലേ? വളരെ ഗൗരവമായിട്ട് കാണേണ്ട പ്രമാണങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്നാൽ, ആരെങ്കിലും തൻ്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തൻ്റെ പാപം വഹിക്കും. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണിത്. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നമ്മൾ മുഖാന്തരം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കാനായി നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മുഖാന്തരം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടാലേ അവരുടെ നിയമം വെച്ചാണെങ്കിൽ പണ്ട് തട്ടിപ്പോണ്ടതാണ്. ഇത് കൃപായോഗമായതുകൊണ്ടും കർത്താവ് കരുണ കാണിക്കൊണ്ട് ചിലപ്പോൾ നിന്നു പോകാം. എന്നാലും തെറ്റുകളെ ദിവസം ഏറ്റു പറയുവാനും ഉപേക്ഷിപ്പാനും കഴിവുകൾ പ്രാപിപ്പാനും കർത്താവ് നമ്മളുടെ സഹായിക്കുമാറാകട്ടെ. സഭയൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരന് കെടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. ഒടുവിന് പകരം ഒടുവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇങ്ങനെ അവൻ മറ്റവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ അതിന് പകരം കൊടുക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെ ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ദുഷിച്ചവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. ഉണ്ടോ? നിയമങ്ങൾ നോക്കി അവരുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾക്കുള്ള ശക്തമായ നിയമാവലികൾ കൊടുക്കുകയാണ്. അടുത്തത് 25-ാം അധ്യായം 1-ാം വാക്യമാണ്. 25-ാം അധ്യായത്തിലെ പ്രധാന ഇതിവൃത്തം എന്നുള്ളത് ശബത്താണ്ടും
യോബേൽ സംവത്സരത്തെക്കുറിച്ചാണ്. യോബേൽ സംവത്സരം, ശബത്താണ്ട് എന്താ പറയുക, നമുക്ക് വായിച്ച് കേൾക്കാം. യഹോവ സിനേപർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അവണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവമെടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കണം. 7-ാം ദിവസം ശബത്ത്, 7-ാം വർഷവും ശബത്ത്. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിന്റെ പടുവിള കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. അത് ദേശത്തിന്റെ ശബത്താണ്ടാകുന്നു. ദേശത്തിന്റെ ശബത്തിൽ താനേ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കണം. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോട് കൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിൻ്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപയ ദിവസത്തിൽ നിങ്ങൾ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെ എല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കും. അപ്പോൾ 7-ാം ദിവസം സ്വസ്ഥത. 7 വർഷം കൂടുമ്പോൾ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം അത് സ്വസ്ഥയുടെ വർഷം. അങ്ങനെ 7 വർഷം കഴിയുമ്പോൾ, അഥവാ 49 വർഷം കഴിഞ്ഞാൽ 50-ാം വർഷം യോബേൽ സംവത്സരം എന്നാണ് പറയുന്നത്. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തരും താന്താൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിള കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് യോബേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്തു തിന്നണം. ഇങ്ങനെയുള്ള യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. കൂട്ടുകാരൻ എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. യോബേൽ സംവത്സരത്തിൻ്റെ പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം. അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം. സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം. വിലയുടെ ക്രമീകരണത്തിന് പോലും, വസ്തുവകളുടെ വിലയുടെ ക്രമീകരണത്തിന് പോലുമുള്ള വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയാണ്. അനുഭവത്തിൻ്റെ കാലസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. കേട്ടോ, വചനം അനുസരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദേശത്ത് നിർഭയം വസിക്കും. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഭൂമി അതിൻ്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ചതിൽ നിന്ന് നിർഭയം വസിക്കും. കണ്ടോ, അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ നിർഭയവാസം ഉണ്ടാകുമെന്നുള്ളതാണ്. തിരിച്ചെന്ന് വെച്ചാൽ ദൈവത്തെ മറുതലിക്കുന്നതിലൂടെ ഭയമുള്ള വാസമായി തീരും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് വായിക്കാം. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും നിങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും. 8-ാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും 9-ാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം. അതിൻ്റെ അനുഭവം വരും വരെ പഴയത് കൊണ്ട് ഉപജീവിച്ചോളണം. നിലം ജന്മം വിൽക്കരുത്. ദേശം എനിക്കുള്ളത് ആകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവർ മാത്രമേ നിങ്ങളുടെ അവകാശമായ ദേശത്തേക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു നിന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുവാൻ അവനാരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കി കൊടുത്ത് നിന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം. മടക്കി കൊടുക്കാനൊരു പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവൻ്റെ കയ്യിലിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. കണ്ടോ, സ്ഥലം വാങ്ങുന്നതിൽ പോലും ഉള്ള കാര്യങ്ങളുണ്ടോ? ഇവിടുത്തെ ഒരു ശ്രമം കൊടുത്തുപോയി അവന് വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ ഈ യോബേൽ സംവത്സരം വരെ കാത്തിരിക്കുക. യോബേൽ സംവത്സരത്തിൻ്റെ അത് തിരിച്ചു കിട്ടാണ്ടായിത്തീരും. ഒരിക്കലും മതിലുള്ള പട്ടണത്തിൽ വീട് വിറ്റ ശേഷം ഒരു സംവത്സരത്തിനകം അവനത് വീണ്ടുകൊള്ളാം.
വീണ്ടുകൊള്ളുവാൻ ഒരു സംവത്സരത്തെ അവധിയുണ്ട്. ഒരു സംവത്സരം മുഴുവനും തികയോളം വീണ്ടുകൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട. മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളോ ദേശത്തുള്ള നിലത്തിന് സമമായി വിചാരിക്കണം. അവയ്ക്ക് വീണ്ടെടുപ്പുണ്ട്. യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ പട്ടണങ്ങളിലെ വീടുകളും ലേവ്യർക്ക് എപ്പോഴെങ്കിലും വീണ്ടുകൊള്ളാം. ലേവ്യരിൽ ഒരുത്തൻ വീണ്ടുകൊള്ളുന്നെങ്കിൽ വിറ്റുപോയ വീടും അവരുടെ അവകാശമായ പട്ടണവും യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പട്ടണങ്ങളിലെ വീടുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്കുള്ള അവകാശമല്ലോ. എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി വിൽക്കരുത്. അത് അവർക്ക് ശാശ്വതാവകാശം ആകുന്നു. എൻ്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം. കണ്ടോ, കെയറിങ്. ഒരുത്തിനൊരു ക്ഷീണം സംഭവിച്ചാൽ നന്മ ചെയ്യാൻ കഴിവുള്ളവനാണ്, നന്മ ചെയ്ത് സഹായിക്കണമെന്നുള്ളതാണ് എന്നൊക്കെ നമ്മളൊക്കെ പലപ്പോഴും തമ്മിലുള്ള ഭാരങ്ങൾ ചുമക്കാനൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ പലപ്പോഴും ഇത് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ദൈവസഭയ്ക്കകത്ത് പോലും സമ്പന്നരൊരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു. ദരിദ്രന്മാരായ ആളുകൾ എന്ത് ത്യാഗം സജ്ജൽ ഇവരെ കണ്ണു തുറക്കുകയോ സഹായിക്കുകയോ ചെയ്യാത്ത അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വ്യതിയാനം വരുവാനിടയായി തീരണം. അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിൻ്റെ അടുക്കൽ പാർക്കണം. അവനോട് പലിശയും ലാഭവും വാങ്ങരുത്. നിൻ്റെ ദൈവത്തെ ഭയപ്പെടണം. നിൻ്റെ സഹോദരൻ നിൻ്റെ അടുക്കൽ പാർക്കണം. നിൻ്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. ഇന്ന് പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് ആരോടും പറയാതെ കൊണ്ടേ കൊടുത്ത് കെണിപ്പെട്ട് തിരിച്ചു കിട്ടാൻ മാർഗം ഉണ്ടാകുമ്പോൾ പക്ഷേ ഞങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് പെട്ടുപോയിരിക്കുക, തരുന്നില്ല. അതേസമയം ഒരു കൺവെൻഷൻ 10 രൂപ ചോദിച്ചാൽ അവരിൽ ഇല്ലെന്ന് പറയും. ഒരു മാസത്തിന് 10 രൂപ വെച്ചാൽ ഇല്ലെന്ന് പറയും. ഒരു പാവപ്പെട്ട സഹായം ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞവരൊക്കെ കൊണ്ടിട്ട് ഭയങ്കര പലിശ കിട്ടാൻ വേണ്ടി ബ്ലേഡ് കമ്പനിയിലും ബ്ലേഡുകാരുടെ കൊടുത്ത് അവസാനം തിരിച്ചു കിട്ടുന്ന നിർത്തിയെല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ നന്മ മുടങ്ങി കിടക്കുകയാണ് അല്ലേ. അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇതിൽ പാഷമാരോട്ട് മോശമല്ല കേട്ടോ. ലക്ഷക്കണക്കിന് രൂപ ഇരട്ടിയാൻ വേണ്ടി കൊടുത്തിട്ട് പലിശ പോലും ഇല്ലാതെ മുതലും ഇല്ലാതെ ചേർന്ന് നഷ്ടപ്പെടുന്ന ഒരുപാട് പാഷന്മാരുണ്ട് ഇതിനിടയ്ക്ക്. ഇനി അവരെയും വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വിശ്വാസങ്ങൾ മാത്രമല്ല. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, നിൻ്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും വരുത്. ഞാൻ നിങ്ങൾക്ക് കനാനദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങൾ മിസ്രൈം ദേശം കൊണ്ടുവന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. സഹോദരൻ ദരിദ്രനായി തീർന്ന് നിർത്താൻ നിനക്ക് വിറ്റാൽ അവനെ കൊണ്ട് അടിമ പോലെ ചെയ്യിക്കരുത്. കൂലിക്കാരൻ എന്ന പോലെയും ഒന്ന് പാർക്കുന്നവൻ എന്ന പോലെയും അവൻ നിൻ്റെ അടുക്കൽ ഇരുന്ന് യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. പിന്നെ അവൻ തൻ്റെ മക്കളുമായി നിന്നെ വിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. അവൻ മിസ്രൈം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ ആകൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത്. അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. എൻ്റെ ദൈവത്തെ ഭയപ്പെടണം. നിൻ്റെ അടിയാരും അടിയാട്ടുകളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം. അവരിൽ നിന്ന് അടിയാരെയും അടിയാട്ടുകളെയും കൊള്ളണം. അവിടെ നിങ്ങളുടെ ഇടയിൽ വന്നു പറക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരുമായി അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങണം. അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം. നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിട്ടിരിക്കുന്നതിന് നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളണം. അവരെന്നും നിങ്ങൾക്ക് അടിമകളായിരിക്കണം. ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടോ നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്നോട് കൂടെയുള്ള പ്രദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവൻ്റെ അടുക്കളുള്ള നിൻ്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യൻ്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തിനെ അവനെ വീണ്ടെടുക്കാം. അവൻ്റെ പിതൃവിൻ്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്നും അവൻ്റെ അടുത്ത ചാർച്ചക്കാരിൽ നിന്ന് ഒരുത്തിനെ അവനെ വീണ്ടെടുക്കാം. അവനെ പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം. അവൻ തന്നെ വിറ്റ സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവനുമായി കൂട്ടി നോക്കണം. അവൻ്റെ വില സംവത്സര സംഖ്യയ്ക്ക് ഒത്തവണ്ണമായിരിക്കണം. അവനൊരു കൂലിക്കാരൻ്റെ കാലത്തിന് ഒത്തവണ്ണം അവൻ്റെ കടുക്കൽ പാർക്കണം. സംവത്സരം ഏറെ ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അവൻ തൻ്റെ വീണ്ടെടുപ്പ് വില തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് മടക്കി കൊടുക്കണം. യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരം കുറേ മാത്രമെങ്കിൽ അവനുമായി കണക്ക് കൂട്ടി സംവത്സരം ഒത്തവണ്ണം തൻ്റെ വീണ്ടെടുപ്പ് വില മടക്കി കൊടുക്കണം. അവൻ ആണ്ടോടാണ്ട് കൂലിക്കാരൻ എന്ന പോലെ അവരുടെ അടുക്കളിരിക്കണം. നീ കാണുകയെ അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. ഇങ്ങനെ അവൻ വീണ്ടെടുക്കപ്പെടാതിരുന്നാൽ അവനും അവനോടുകൂടെ അവൻ്റെ മക്കളും യോബേൽ സംവത്സരത്തിൽ പുറപ്പെട്ടു പോകണം. ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാരാകുന്നു. അവർ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദാസന്മാർ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. വളരെ കൃത്യതയോടുകൂടി ഇവരെ പ്രകാരം ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ പ്രമാണം കൊടുക്കുകയാണ്.
പണം വയ്ക്കുന്നവനും അടിമയായി പോകുന്നവനും ഒക്കെ. അതേസമയം അവരുടെ യഹൂദന്മാരിൽ നിന്ന് ഒരുത്തിന് ദാസനെടുത്താൽ അവനോട് എങ്ങനെ പ്രകാരമായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കഠിനമായി ഇടപെടുന്നവരോട് കുറിച്ച് പറഞ്ഞത്. പലപ്പോഴും ഈ ദൈവമക്കളുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ദൈവമക്കളെ ആളുകളുണ്ട്, ക്രിസ്ത്യാനികളെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ക്രിസ്ത്യാനികളെ ആളുകളുണ്ട്. അവരോട് പോലും യാതൊരു വിട്ടുവീഴ്ച ആരും കാണിക്കാറില്ല. ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹം കാണിക്കാറില്ല, ക്രിസ്തുവിൻ്റെ കരുതലും കാണിക്കാറില്ല, അല്ലേ? നമുക്കൊക്കെ നമ്മുടെ ചിന്താഗതികൾക്ക്, നമ്മുടെ പ്രവർത്തന രീതികൾക്ക് ഒരു മാറ്റം വരേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? നമ്മുടെ പേര് മാനസാന്തരപ്പെട്ടവർ എന്നൊക്കെയാണല്ലോ. മാനസാന്തരപ്പെട്ട സമൂഹത്തിന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ ഉത്തരവാദിത്വമില്ലേ? എന്നാൽ പലപ്പോഴും നമ്മളൊക്കെ അതിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. തെറ്റിപ്പോകുന്നു എന്നുള്ള വാസ്തവം. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തിരുത്തുവാൻ മനസ്സിലാകുന്ന ഏറ്റവും വലിയ സങ്കടം. തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിക്കാം. ഞാൻ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കല്ല, മനുഷ്യൻ നിലയിൽ തെറ്റ് സംഭവിക്കാം. തെറ്റാന്ന് ബോധ്യമായാലും എന്താ തിരുത്താത്തത്? എന്തോ അതിനൊരു മനസ്സ് വയ്ക്കാത്തത്? ക്ഷമിക്കണമെന്നൊരു വാക്ക് പറയാൻ നമുക്ക് എന്താ കഴിയാത്തത്? പലപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും തെറ്റിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകല്ലേ നമ്മൾ ചെയ്യുന്നത്. തെറ്റ് സംഭവിക്കാം മനുഷ്യന്, ഞാൻ എല്ലാം പറയുന്നില്ല. നമ്മളാരും ദൈവത്തെ പോലെ പൂർണ്ണരൊന്നുമല്ല. തെറ്റ് സംഭവിക്കാം, വാക്കുകൾ തെറ്റ് സംഭവിക്കാം, ചിന്തയിലോ പ്രവൃത്തിയിലോ ഒക്കെ തെറ്റ് സംഭവിക്കാം. ഓക്കെ, അതിരിക്കട്ടെ. തെറ്റ് ബോധ്യമായാൽ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പോലും പറയാൻ കഴിയാത്തതെന്താ നമുക്ക്? അവിടെയാണ് നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. ഇവിടെ നാം ഈ വചനമെല്ലാം വായിക്കും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണുവാനും ശുദ്ധീകരണവും ക്രമീകരണം എടുത്തുകൊണ്ടൊക്കെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ സമർപ്പിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന ആ സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. ജനതയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പഠിക്കുവാൻ ഞങ്ങളിൽ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ഓരോ വചനങ്ങളും പഠിക്കുമ്പോഴും അവർക്ക് കൊടുത്ത പ്രമാണത്തെ അവർ ലംഘിക്കുമ്പോൾ അവർക്കുള്ള ശിക്ഷയെ എന്നപോലെ ഞങ്ങൾക്ക് ലഭിച്ചതായ പ്രമാണങ്ങളെ ഞങ്ങൾ ലംഘിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവകോപമുണ്ട്, ദൈവത്തിന് ന്യായവിധി ഉണ്ടാകും, ശിക്ഷാവിധി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ ഏറ്റുപറയുവാൻ, ഉപേക്ഷിപ്പാൻ, തിരുത്തുവാൻ, ക്രമീകരിക്കുവാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭൂമി ജീവിക്കുന്ന കാലത്തോളം ഈ സമൂഹത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ തൊഴിൽശാലയിലും മാതാപിതാക്കളോടും മക്കളോടൊക്കെ ഞങ്ങൾ എപ്രകാരം വരണമെന്നുള്ള വചനം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവേ, അമാണ് മനസ്സ് ജീവിപ്പാൾ കൃപ എല്ലാവർക്കും നൽകപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിൽ നീ അനുഗ്രഹിക്കണമേ. കൂടുതൽ വചനം പഠിച്ച് കൂടുതൽ നിന്നോട് അടുക്കുവാനായി കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്ത വലിയ കൃപയ്ക്കായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദർശനം ചോദിച്ച് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരവും ചെറുതും സൂക്ഷിക്കണമെന്ന് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരണത്തിനായിട്ട് പ്രോത്സാഹനങ്ങൾക്ക് നന്ദി പറയുന്നു. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ ഒരു കമൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നിങ്ങളല്ലാട്ടുന്ന നിങ്ങളുടെ നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹായം ആവശ്യമാണെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിളിക്കുന്ന ആ പ്രിയൂട്ടർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. എല്ലാ നിലകളിലും നമുക്ക് ഒരുമിച്ച് ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യവ്യാപ്തിക്കായി നിലകൊള്ളാം. ഇപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവൻ്റെ വരവിന് ഒരുങ്ങാനായിട്ട് കർത്താവിനെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ വല്ല വിധേനയും കത്തുന്ന തീയിൽ നിന്ന് ചില കൊള്ളികളെ കൂടെ വലിച്ചെടുത്ത് രക്ഷിപ്പാനായിട്ട്, ഇവിടെ സുവിശേഷം പറയുവാനായിട്ട്, കഷ്ടാനുഭവിക്കുന്നവരെ അടുത്ത് കിടന്നിട്ട് ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. എല്ലാ സഹകരണത്തിനുമായിട്ട് ഒരിക്കലും നന്ദി പറയുന്നു.
താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.